SIR നടപ്പിലാക്കുന്നതിന്റെ പ്രാരംഭ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIRന്റെ എന്യൂമറേഷൻ ഫോം പ്രിന്റിംഗ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. വോട്ടറുടെയും മാതാപിതാക്കളുടെയും വിവരങ്ങളാണ് എന്യൂമറേഷൻ ഫോമിലുള്ളത്. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതാണോ എന്നും ചോദിക്കുന്നുണ്ട്. BLOമാർക്കുള്ള നിർദ്ദേശങ്ങളും വീടുകളിൽ എത്തിക്കേണ്ട നോട്ടീസുകളുടെയും പ്രിന്റിംഗ് നേരത്തെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. SIRന്റെ നടപടിക്രമങ്ങളിലേക്ക് കേരളം കടന്നു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് നടക്കുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഓരോ വോട്ടറുടെയും എന്യൂമറേഷൻ ഫോം തയ്യാറാക്കുന്ന പാലക്കാട്ടെ ഒരു പ്രസ്സിലാണ് ഞാനുള്ളത്. ഒരു ദിവസം 15 ലക്ഷം വോട്ടർമാരുടെ എന്യൂമറേഷൻ ഫോമാണ് ഇവിടെ നിന്നും അടിക്കുന്നത്. 24 മണിക്കൂറും ഈ രീതിയിൽ ഓരോ വോട്ടർമാരുടെയും എന്യൂമറേഷൻ ഫോം ഇതേ രീതിയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. നേരത്തെ തന്നെ ഈ BLOമാർക്കുള്ള നിർദ്ദേശവും അതോടൊപ്പം തന്നെ ഓരോ വീട്ടിലും SIRുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങിയ ഒരു ലഘുലേഖ, ഒരു നോട്ടീസുമുണ്ട്. അതും നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. എന്യൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെല്ലാമാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഉള്ളത് ഓരോ വോട്ടറുടെ വിവരങ്ങളാണ്. വോട്ടറുടെ ID കാർഡിൻ്റെ എപ്പിക് നമ്പർ, അദ്ദേഹത്തിൻ്റെ പേര്, മേൽവിലാസം തുടങ്ങിയവയാണ്. പിന്നീടുള്ളത് ജനന തീയതിയാണ്. വോട്ടറുടെ ജനന തീയതി, അത് ഏത് തീയതി ജനിച്ചു, ഏത് മാസം ജനിച്ചു, ഏത് വർഷം ജനിച്ചു തുടങ്ങിയ ക്രമത്തിൽ രേഖപ്പെടുത്തണം. പിന്നീട് ആധാർ നമ്പറാണ്, അത് നിർബന്ധമില്ല. പിന്നീട് മൊബൈൽ നമ്പർ, രക്ഷിതാവിൻ്റെ പേര്, രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ, പിന്നീട് അതായത് പിതാവിൻ്റെ എപ്പിക് നമ്പർ, മാതാവിൻ്റെ എപ്പിക് നമ്പർ, പങ്കാളി ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ, പങ്കാളിയുടെ എപ്പിക് നമ്പർ, അതായത് ID കാർഡിൽ എന്താണോ എപ്പിക് നമ്പർ അതാണ് വേണ്ടത്. പിന്നീടുള്ള താഴെയുള്ളൊരു കോളത്തിൽ അവസാന SIRലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറാണെങ്കിൽ അയാളുടെ പേര്, അയാളുടെ ID കാർഡിൻ്റെ എപ്പിക് നമ്പർ, ബന്ധുവിൻ്റെ പേര്, ജില്ല, സംസ്ഥാനം, നിയമസഭാ മണ്ഡലം, പിന്നീട് വോട്ടർ പട്ടികയിൽ ഉള്ള ഈ ക്രമ നമ്പർ തുടങ്ങിയവയാണ്. അതായത് പിന്നീട് വരുന്ന ഒരു കോളം, മുൻ കോളത്തിൽ അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ, അതായത് 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. അയാളുടെ ബന്ധുവിൻ്റെ വിവരങ്ങളാണ് നൽകേണ്ടത്. അച്ഛൻ്റെയോ അമ്മയുടെയോ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. പിന്നീട് ഇതിൻ്റെ അനുബന്ധമായി ചേർത്തിരിക്കുന്നത് മുകളിൽ സൂചിപ്പിച്ച വോട്ടറായ ഞാനും എൻ്റെ കുടുംബവും മറ്റൊരു രാജ്യത്തിൻ്റെയും പൗരത്വം നേടിയിട്ടില്ല എന്നുള്ളതാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. മുകളിൽ സൂചിപ്പിച്ച പേര് ഞാൻ എൻ്റെ കുടുംബാംഗം എന്ന നിലയിൽ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലും പാർലമെൻറ്റ് മണ്ഡലത്തിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്തതായി പറയുന്നത് മേൽ പ്രസ്താവനയുമായി അപേക്ഷയുമായി ബന്ധപ്പെട്ടോ തെറ്റുകളും വ്യാജവും ഞാൻ അറിയുന്നതോ അതോ തെറ്റാണെന്ന് വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ സത്യമല്ലെന്ന് വിശ്വസിക്കുന്നതോ ആയ ഒരു പ്രഖ്യാപനവും നടത്തുന്നത് 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ പ്രകാരം തടവും പിഴയും കുറ്റമാണെന്ന് അറിയും എന്ന ഒരു സത്യപ്രസ്താവനയാണ് ഉള്ളത്. പിന്നീട് വോട്ടറുടെയോ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിൻ്റെയോ ഒപ്പ് എന്നുള്ളതാണ്. പിന്നെ BLOയുടെ ഒപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു എന്യൂമറേഷൻ ഫോമിൻ്റെ മാതൃക എന്ന് പറയുന്നത്. ഓരോ വോട്ടറുടെയും പേരടങ്ങുന്ന, അവരുടെ ഫോട്ടോ അടങ്ങുന്നതായതുകൊണ്ടാണ് അതിൻ്റെ ക്ലോസ് കാണിക്കാത്തത്. ഈ വിവരങ്ങളാണ് ഒരു എന്യൂമറേഷൻ ഫോമിൽ നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ BLOമാർക്ക് എങ്ങനെയാണ് ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നടക്കമുള്ള വിശദാംശങ്ങൾ നൽകും. ഒരു വ്യക്തിയുടെ പേരിൽ, അതായത് ഒരു വോട്ടറുടെ പേരിൽ 2 എന്യൂമറേഷൻ ഫോമാണ് ഉണ്ടാവുക. ഒന്ന് ആ വ്യക്തിക്ക് കൈവശം വയ്ക്കാനും ഒന്ന് ഇലക്ഷൻ കമ്മീഷന് കൈവശം വയ്ക്കാനുമാണ് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ എങ്ങനെയാണ്, എന്താണ് SIR തുടങ്ങിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്ന, വിശദമാക്കുന്ന ഒരു നോട്ടീസും ഇതോടൊപ്പം BLOമാർ വീട്ടിൽ എത്തിക്കും. അതിൻ്റെ നടപടിക്രമങ്ങളാണ് കാണുന്നത്. എന്തായാലും നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നതിനിടയിലാണ് SIRുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.